ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിശാച് ബാധിച്ച ഒരു ബാലനെ ഈശോ സുഖപ്പെടുത്തുന്ന സംഭവം നമ്മൾ കാണുന്നുണ്ട്. ഈ ബാലന്റെ പിതാവ് ആദ്യമേ ശിഷ്യന്മാരെയാണ് സമീപിക്കുന്നത്. എന്നാൽ ശിഷ്യന്മാർ എത്ര ശ്രമിച്ചിട്ടും പിശാച് പുറത്താകുന്നില്ല. ഈശോ ആ ബാലനിൽ നിന്ന് പിശാചിനെ പുറത്താക്കുന്ന രംഗം നമ്മൾ കാണുന്നു. ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? അവൻ പറഞ്ഞു, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന്. ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഉപവാസം വഴി ഉണ്ടാകേണ്ടത്. ഉപവാസവും പ്രാർത്ഥനയും ഇല്ലാതെ നമ്മളുടെ ജീവിതത്തിലെ ഒരു പൈശാചിക ബന്ധനങ്ങളും വിട്ടുപോകില്ല. എത്ര പ്രാർത്ഥിച്ചാലും തടസ്സങ്ങൾ വിട്ടുമാറില്ല. അതുകൊണ്ട് എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസം എന്ന് നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. ഏശയ്യായുടെ പുസ്തകം 58-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളിൽ വ്യക്തമായി നമ്മൾ കാണുന്നുണ്ട്. ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം, ഞാങ്ങണ പോലെ തലകുനിക്കുന്നതും ചാക്ക് വിരിച്ച് ചാരവും വിതറി കിടക്കുന്നതുമാണോ അത്? ഇതിനെയാണോ നിങ്ങൾ ഉപവാസം എന്ന് കർത്താവിന് സ്വീകാര്യമായ ദിവസം എന്ന് വിളിക്കുക? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം എന്ന് ദൈവം ചോദിക്കുകയാണ്. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക, നുഖത്തിന്റെ കയറുകൾ അഴിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സ്പിരിച്വൽ വാർഫെയർ ലാംഗ്വേജ് ആണ്. സ്പിരിച്വൽ വാർഫെയർ എന്താണെന്ന് നമുക്കറിയാം, ആത്മീയ സമരം. ഈ ആത്മീയ സമരത്തെ കുറിച്ച് എഫേസുസുകാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ പൗലോസ്ലീഹ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ 6-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ, എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത് എന്ന് ഈ ആത്മീയ സമരത്തിനു വേണ്ടി നമ്മളെ സജ്ജരാക്കുന്ന, അതിനെ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ആയുധങ്ങളെ കുറിച്ചും സ്ലീഹ പറയുന്നുണ്ട്. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പാപകരമായ അവസ്ഥ, അതുപോലെ തന്നെ അഡിക്ഷൻസ്, പൈശാചിക ബന്ധനങ്ങൾ, പൈശാചിക സ്വാധീനങ്ങൾ, വിഗ്രഹാരാധനകൾ, ഇതിൽ നിന്നെല്ലാം പുറത്തു വരിക എന്നുള്ളതാണ്. മോഡേൺ വേൾഡിലെ വിഗ്രഹാരാധന എന്ന് പറയുന്നത് പണത്തോടുള്ള ആർത്തി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയായിട്ടുള്ള അഡിക്ഷൻ, ലഹരിയോടുള്ള അഡിക്ഷൻ, അതുപോലെ തന്നെ എന്റർടൈൻമെന്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, ഇങ്ങനെ ലോകത്തിൻ്റെതായിട്ടുള്ള അഡിക്ഷൻസിൽ മുഴുകിയിരിക്കുന്ന ആ ഒരു ജീവിതത്തിൽ നിന്ന് നമ്മൾ പുറത്തു കടന്ന് അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. അതാണ് ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക എന്ന് പറയുന്നത്. ആദ്യമേ തന്നെ നമ്മളിൽ തന്നെയുള്ള ബന്ധനങ്ങളെ പൊട്ടിച്ചെറിയുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ അധികാരം ഏറ്റെടുക്കുന്നത്. നുഖത്തിന്റെ കയറുകൾ അഴിക്കുക എന്ന് പറയുന്നതും പൈശാചിക അടിമത്തത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ അടിമത്തത്തിൽ നിന്ന് നമ്മൾക്ക് മോചനം കിട്ടണം. പിശാചിന്റെ കൺട്രോളിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടണം. പരിശുദ്ധാത്മാവ് തരുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മൾ ഓരോ ക്രിസ്ത്യാനികളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഉപവാസത്തിന്റെ ലക്ഷ്യം തന്നെ നമ്മളുടെ വിശുദ്ധീകരണവും പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ജീവിതവുമാണ്. സാത്താൻ ഭയപ്പെടുന്ന ഒന്നാമത്തെ ഉപവാസമാണ് എസ്തർ ഉപവാസം. പേർഷ്യൻ രാജ്യത്തിൽ യഹൂദരെ വധിക്കാനുള്ള കൽപ്പന ഹാമാൻ എന്ന വ്യക്തി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഹാമാന് ആ രാജ്യത്തിന്റെ ഒരു ഉന്നത അധികാരിയാണ്. എസ്തർ രാജ്ഞി അവിടെ വലിയൊരു പ്രശ്നത്തില് അകപ്പെട്ടിരിക്കുകയാണ്. ജീവൻ മരണ പ്രശ്നമാണ്, ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം. അതായത് യഹൂദർ വധിക്കപ്പെടണം എന്നുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. രാജ്ഞി സൈലന്റ് ആയി അവിടെ ഇരുന്നു കഴിഞ്ഞാൽ രാജ്ഞിയുടെ ജനങ്ങളെല്ലാം കൊല്ലപ്പെടും, ഇസ്രായേൽക്കാർ. അതേസമയത്ത് രാജ്ഞി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാലോ രാജ്ഞി വധിക്കപ്പെടും. നമ്മൾ എസ്തറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനത്തിൽ, രാജാവ് തന്റെ സ്വർണ്ണ ചെങ്കോൽ അവന്റെ നേരെ നീട്ടുന്നില്ലെങ്കിൽ അവൻ വധിക്കപ്പെടണം. മർദ്ദക്കായെ അറിയിക്കാൻ വേണ്ടി എസ്തർ പറയുന്ന ഒരു കാര്യമാണ്, നീ പോയി സൂസായിലുള്ള സകല യഹൂദരെ ഒരുമിച്ച് കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കുക. 3 ദിവസം രാത്രി പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത്. ഞാൻ എന്റെ തോഴിമാരെ നിങ്ങളെപ്പോലെ തന്നെ ഉപവസിക്കും. അതായത് എസ്തർ ഉപവാസം എന്ന് പറയുന്ന 3 ദിവസം വെള്ളമോ അതുപോലെ ഭക്ഷണമോ കഴിക്കാതെയുള്ള കഠിനമായ ഉപവാസമാണ്. ഈ ഒരു ഉപവാസം ഇമ്പോസിബിൾ സിറ്റുവേഷൻസിൽ എടുക്കാൻ പറ്റിയ ഒരു ഉപവാസമാണ്. അതാണ് എസ്തർ രാജ്ഞി എടുത്തിരിക്കുന്നത്. മുന്നിൽ മരണം നിൽക്കുകയാണ്.
മരിക്കാനുള്ള എല്ലാ ചാൻസസും 100% ചാൻസ് അവിടെയുണ്ട്. രാജ്ഞിക്ക് സ്ഥാനമാനമുണ്ട്, കാരണം രാജ്യത്തിന്റെ രാജ്ഞിയാണ്, സമ്പത്തുണ്ട്, വലിയ സ്വാധീനമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ രാജ്ഞിക്ക് ഒന്നും ചെയ്യാനാകില്ല. ആള് ഹെൽപ്ലെസ് ആണ്. അവിടെ ആരുടെ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അത് ദൈവം ഇടപെട്ടാൽ മാത്രമേ സാധിക്കൂ എന്ന് എസ്തറിന് മനസ്സിലായി. എസ്തർ അപ്പോൾ തന്നെ 3 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചു, ഉപവസിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. ഈ ഉപവാസത്തിന് ശേഷമാണ് എസ്തർ രാജാവിന്റെ അടുത്തേക്ക് പോകുന്നത്. 16-ാം തിരുവചനത്തിൽ തന്നെ എസ്തർ പറയുന്നൊരു കാര്യമാണ്, നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിന്റെ അടുത്ത് പോകും, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തി, അയാളിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ധൈര്യമാണ്. ഞാൻ മരിക്കുവാണെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 3 ദിവസത്തെ ഉപവാസം ആരംഭിക്കാനായിട്ട് എസ്തർ പോകുന്നത്. ദൈവരാജ്യത്തിനു വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ധൈര്യം തന്നെയാണ്. വീണ്ടും എസ്തറിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ എസ്തർ രാജ്ഞി അങ്കണത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടു. അപ്പൊ എസ്തർ രാജാവിന്റെ അടുത്തേക്ക് പോവുകയാണ്. രാജാവ് അവളിൽ പ്രസാദിച്ചു. തന്റെ കയ്യിലിരുന്ന സ്വർണ്ണ ചെങ്കോൽ അവൻ അവളുടെ നേരെ നീട്ടി. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് രാജാവിന്റെ മുന്നിലെത്തിയ എസ്തർ രാജ്ഞിയെ കണ്ടപ്പോൾ തന്നെ രാജാവ് പ്രസാദിച്ച് ആ സ്വർണ്ണ ചെങ്കോൽ നീട്ടുകയാണ്. എസ്തറിന്റെ പുസ്തകത്തിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ദൈവത്തിനെ എവിടെയും മെൻഷൻ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അതേ സമയത്ത് ആ പുസ്തകത്തിലുടനീളം ബിഹൈൻഡ് ദ സീൻസ്, പിന്നാമ്പുറങ്ങളിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഉപവസിക്കുമ്പോൾ ഒരുപക്ഷെ പ്രകടമായ ഒരു മാറ്റങ്ങളും നമ്മളുടെ മുന്നിൽ കാണുന്നില്ലായിരിക്കാം. പക്ഷെ അത് നമ്മളുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ദൈവം ഒത്തിരി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ഒരു ഡിവൈൻ ഫേവർ, ദൈവത്തിന്റെ ഒരു പ്രസാദം, ദൈവത്തിന്റെ ഒരു കൃപ, അത് ഇറങ്ങി വരുന്ന ഒരു നിമിഷമാണ് ഈ ഒരു ഉപവാസം എന്ന് പറയുന്നത്. നമ്മുടെ തടസ്സങ്ങള്, അതുപോലെ തന്നെ ബന്ധനങ്ങള്, നമ്മൾ എത്ര നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ, ഇതൊക്കെ ഒറ്റ ഉപവാസം വഴി ദൈവം നടത്തി തരും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സംഭവത്തിലൂടെ മനസ്സിലാകുന്ന കാര്യം. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയും കൂടെയാണ്. അതായത് പണത്തിന് സ്വാധീനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെ എസ്തർ കടന്നുപോയപ്പം എസ്തർ എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് ഉപവസിക്കുക എന്നുള്ളതാണ്. ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ആ ഒറ്റ ഉപവാസത്തിലൂടെ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന ആണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിനെ തടസ്സപ്പെടുത്താൻ, നശിപ്പിക്കാനായിട്ട് സാത്താൻ നടത്തുന്ന പ്ലാൻസിനെ ഈ ഹാമാന്റെ പ്ലാൻസുമായിട്ട് നമുക്ക് സിമിലാരിറ്റി തോന്നാം. എന്നാൽ ഹാമാന് പിന്നീട് സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മൊർദെഖായിയെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ആ ഒരു മരത്തിൽ തന്നെ പിന്നീട് രാജാവ് ഹാമാനെ തൂക്കിക്കൊല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ സാത്താന്റെ ഈവിൾ പ്ലാൻസ് അത് നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല, നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. ഇതാണ് എസ്തറിന്റെ ഉപവാസം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഇമ്പോസിബിൾ എന്ന് നമ്മൾക്ക് തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ 3 ദിവസം വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും കഴിക്കാതെ അങ്ങനെ കഠിനമായി ഉപവസിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് മറ്റ് ഉപവാസങ്ങളും ഉണ്ട്. ദാനിയേൽ ഉപവാസം നമുക്കറിയാം. ദാനിയേൽ എടുത്ത ഉപവാസം 21 ദിവസത്തെ, അതും ഒരു നേരം ഫുഡ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ വർജിക്കുക. ഈ രീതിക്കൊക്കെ 21 ദിവസം ഉപവസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഏത് ഉപവാസമാണെങ്കിൽ പോലും അതില് ദൈവം ഇടപെട്ട് നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും. എല്ലാറ്റിനും ഉപരിയായി നമ്മളുടെ തന്നെ ഉള്ളിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരീകരണമാണ് ദൈവം ഇതിലൂടെ എല്ലാം ആഗ്രഹിക്കുന്നത്. അടുത്ത ഉപവാസമാണ് സാമുവേൽ ഉപവാസം. അത് 1 സാമുവേൽ 7-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. കർത്താവിന്റെ പേടകം ഫിലിസ്തീയരുടെ രാജ്യത്തായിരുന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെയുള്ള ഒരു ഇരുണ്ട കാലഘട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു 20 വർഷത്തെ കാര്യമാണ് ഈ പറയുന്നത്. 20 വർഷത്തോളം കർത്താവിന്റെ പേടകം ഇസ്രായേൽക്കാരുടെ അടുത്തല്ലായിരുന്നു. യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ അവർ തോൽപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ സ്പിരിച്വൽ ഡിഫീറ്റും കൂടെയാണ് അവിടെ നടന്നത്. ആത്മീയമായി അവർ തോൽപ്പിക്കപ്പെട്ട ഒരു അവസ്ഥ. കാരണം കർത്താവിന്റെ പേടകം എന്ന് പറയുന്നത് കർത്താവിന്റെ പ്രസൻസ് കുടികൊള്ളുന്ന പേടകമാണ്. ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ് 20 വർഷത്തോളം ഈ ജനതയ്ക്ക് ഇല്ലാതായി പോയത്. ആ ഒരു അവസരത്തിലാണ്
സാമുവേൽ പ്രവാചകനെ ദൈവം വിളിക്കുന്നത് 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജനം കർത്താവിലേക്ക് തിരിഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സാമുവേൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും ബഹിഷ്കരിക്കണം. അവിടെ മെയിനായിട്ട് ഇസ്രായേൽക്കാര് ബാലിനെയും അസ്താർത്തേയും ഒക്കെ ആരാധിച്ചു വിഗ്രഹാരാധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സാമുവേൽ അവരോട് പറഞ്ഞ ഉപവസിക്കുക എന്നല്ല, പകരം സാമുവേൽ ആദ്യം അവരോട് പറഞ്ഞത്, നിങ്ങൾ ഈ ദേവന്മാരെ ഉപേക്ഷിക്കണം, ഈ വിഗ്രഹാരാധന നിങ്ങൾ ഉപേക്ഷിക്കണം, അവിടുത്തെ മാത്രം ആരാധിക്കുകയും ഫിലിസ്തീയരുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. ഇസ്രായേലിയർ ബാലിന്റെയും അസ്താർത്തയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിനെ മാത്രം ആരാധിച്ചു. അപ്പൊ ഇസ്രായേലിനെ മുഴുവനും സാമുവേൽ മിസ്ബായിൽ ഒരുമിച്ച് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളത് മനസ്സിലാക്കുക, ആദ്യം ഇസ്രായേൽ ജനം ചെയ്ത കാര്യം എന്ന് പറയുന്നത് റിപ്പന്റൻസ് ആണ്, പശ്ചാത്തപിക്കുകയാണ് ചെയ്തത്. അനുദപിച്ച് അവർ പശ്ചാത്തപിച്ച് അവരുടെ പാപകരമായ വഴികളെല്ലാം ഉപേക്ഷിച്ചു. അതിനുശേഷം അവർ ഉപവസിക്കാനായിട്ട് ആരംഭിക്കുന്നതാണ്. എസ്തറിന്റെ ഉപവാസം എന്ന് പറയുന്നത് ജീവനും മരണത്തിനും ഇടയ്ക്കുള്ള ആ ഒരു പ്രശ്നത്തെ ദൈവം സോൾവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം വലിയ ഇതേപോലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കെ എടുത്ത ഒരു ഉപവാസമായിരുന്നു അതെന്നുണ്ടെങ്കിൽ, ഈ സാമൂഹ്യ ഉപവാസം എന്ന് പറയുന്നത് പാപത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ അവരുടെ പാപത്തിന്റെ വഴി ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി എടുത്ത ഒരു ഉപവാസമാണ്. നമ്മളുടെ ആത്മീയ ജീവിതത്തിലും നമ്മൾ എടുക്കേണ്ട ഒരു ഉപവാസം തന്നെയാണിത്. നമ്മളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പാപങ്ങളെ ഉപേക്ഷിച്ച് നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹങ്ങളെ എല്ലാം ബഹിഷ്കരിച്ച് ഉപവസിച്ച് പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ. നമ്മളിൽ നിന്ന് പാപം മൂലം നമ്മളായി തന്നെ നഷ്ടപ്പെടുത്തിയ ദൈവകൃപയെ തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ട്, വിശുദ്ധീകരിക്കപ്പെടാനായിട്ട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയാനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ഉപവാസമാണ് ഈ ഒരു സാമൂഹ്യ ഉപവാസം എന്നുള്ളത്. അത് ഒരു ദിവസം മുഴുവൻ എടുക്കുന്ന ഒരു ഉപവാസമാണ്. അപ്പോൾ ഈ മിസ്ബായിൽ ഇവര് ഒരുമിച്ച് കൂടി അവർ വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ പകർന്നു. ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു. ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി എന്നവർ ഏറ്റുപറഞ്ഞു. മിസ്ബായിൽ വെച്ചാണ് സാമുവേൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പബ്ലിക്കായിട്ട് ആ ഇസ്രായേൽ ജനം മുഴുവൻ തങ്ങളുടെ പാപങ്ങളെ കൺഫ്യൂസ് ചെയ്യാണ്. അവർ പബ്ലിക്കലി ഡിക്ലെയർ ചെയ്തു, അവര് ഈ പാപങ്ങളൊക്കെ ചെയ്തു, ദൈവമേ ഞങ്ങളോട് പൊറുക്കണമേ എന്ന് പറഞ്ഞ് അവർ ദൈവത്തോട് മാപ്പപേക്ഷിക്കുകയാണ്. ഇവിടെ ഈ വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ പകർന്നു എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ 22-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ, ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ, സന്ധിബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം ഇത് പറയുന്നത്, അതായത് ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ. അത് നമ്മൾ ഒരു ഡീപ്പായിട്ടുള്ള ബ്രോക്കൺനെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും തകർക്കപ്പെട്ട അവസ്ഥ, ഏറ്റവും അങ്ങേയറ്റം എളിമപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ വെള്ളം കോരി കർത്താവിലേക്ക് അവർ പകർന്നിരിക്കുക. അതായത് ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് ഇതേപോലെ ഏറ്റവും എളിമപ്പെട്ട് അവരുടെ പാപങ്ങളെ കുറിച്ച് അവർ മനസ്തപിച്ച് ദൈവത്തിലേക്ക് അവർ തിരിച്ചു വന്നിരിക്കുകയാണ്. അവരുടെ ഹെൽപ്ലെസ്നെസ്, കാരണം കർത്താവിന്റെ പേടകം അവരുടെ അടുത്തില്ല, കർത്താവിന്റെ പ്രസൻസ് അവിടെ ഇല്ല. അതെല്ലാം അവരുടെ പാപങ്ങൾ കൊണ്ടാണ്, അവരുടെ പാപകരമായ ജീവിതം കൊണ്ടാണ് അവര് ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെട്ടത്. ഇവര് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം പിന്നീട് ദൈവം അവർക്ക് യുദ്ധത്തിൽ വിജയം നൽകുന്നതെല്ലാം നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. കർത്താവിനോടുകൂടി നമ്മുടെ ജഡത്തെ ക്രൂശിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഉപവാസവും പ്രാർത്ഥനയും വഴിയാണ്. പൈശാചിക ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കർത്താവിൽ നിന്നുള്ള ഫോക്കസ് മാറി നമ്മൾ മറ്റ് പല കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ പൈശാചിക ബന്ധനങ്ങളെ തകർക്കാനായിട്ട് പല വഴികളിലൂടെ ഓടി നടന്ന് സമയം കളയാതെ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.